ഒരു വർഷത്തിനിപ്പുറം കേരളത്തിൽ ഒരു ഓണം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തറവാടി ഭരണം ആരംഭിച്ചതിന് ശേഷമുള്ള മാർക്കറ്റിലെ വില അഥവാ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? 28 രൂപയായിരുന്ന ഉള്ളിയുടെ ഇന്നത്തെ വില 38. 29 രൂപയായിരുന്ന തക്കാളിക്ക് 5 രൂപ കൂടി 34 ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ബീറ്റ്റൂട്ട് 44 രൂപയായിരുന്നു, അതിപ്പോ 66 എത്തിയിട്ടുണ്ട്. വഴുതന 40 നിന്ന് ഒറ്റയടിക്ക് 50 എത്തി. ക്യാരറ്റ്, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് തുടങ്ങി അരിക്ക് വരെ സംസ്ഥാനത്ത് വില ഉയർന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. ഓണക്കാലം ആകുമ്പോഴത്തേന് സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാകുമെന്നതിൽ യാതൊരു സംശയവും. കേട്ടല്ലോ, സാധനങ്ങൾ ഇങ്ങനെ വില കുതിച്ചുയരുമ്പോൾ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ നാട്ടിൽ അധികാരമില്ലാതിരുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ടായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹമാണ് ആ സന്ദർഭത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ന് മേനോൻ രാജാവല്ല, വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട ഇന്നത്തെ മേനോൻ ദാമോദരനിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞ ആ മഹത് വചനങ്ങൾ നാട് ഒന്ന് കേൾക്കും. കാണം വിറ്റും ഓണം ഉണ്ടണമെന്നൊക്കെ നമ്മൾ പറയും. എന്ത് വിറ്റാലും ഓണം ഉണ്ടാകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് സർക്കാർ. KSRTCയെ പോലെ KSRTCയുടെ കാര്യം തീരുമാനമായി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കാര്യത്തിലും തീരുമാനമായി. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഏറ്റവും കഷ്ടതരമായ ഒരു ഓണമാക്കി മാറ്റിയിരിക്കുകയാണ്, സങ്കടകരമായ ഓണമാക്കി മാറ്റിയിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ ജീവിതം എന്താണെന്ന് അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കുള്ളൂ. അത് സാധാരണക്കാരൻ്റെ സ്ഥിതി പരമദയനീയമായ സ്ഥിതിയാണ്, അവൻ്റെ അവസ്ഥയാണ്. കാണം വിറ്റും ഓണം ഉണ്ടണമെന്നൊക്കെ നമ്മൾ പറയും. എന്ത് വിറ്റാലും ഓണം ഉണ്ടാകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. ഒന്ന്, കഴിഞ്ഞ 4 മാസം കൊണ്ട് 5000 രൂപ മുതൽ 10000 രൂപ വരെ ഒരു വീടിൻ്റെ ചെലവ് വർദ്ധിച്ചു. ഇടത്തരം വീടുകളിൽ ആകെ ജീവിതത്തിൽ ഒരുപാട് ഇരുമ്പുകൂടം കൊണ്ട് ഓണക്കാലത്ത് സാധാരണക്കാരൻ്റെ തലക്കടിച്ച സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, ഇരുമ്പുകൂടം കൊണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ KSRTC തകർന്ന് നാമാവിശേഷമായി. സിവിൽ സപ്ലൈസിനെ സ്വാഭാവിക മരണത്തിൽ വിടുകയായിരുന്നു. ഞാനെങ്ങാനോ ആയിരിക്കണമായിരുന്നു, എന്തായിരുന്നനെ ഈ നാടിന്റെ അവസ്ഥയെന്ന് തുടക്കത്തിൽ നിങ്ങൾ കേട്ടില്ലേ? വെളിയിൽ നിന്ന് ഗീർവാണ ഡയലോഗ് അടിക്കാൻ ബഹുമിടുക്കനാണ്. എന്നാൽ ആ ബാറ്റൺ അങ്ങ് കൈ കൊടുത്തപ്പോൾ ഈ പറഞ്ഞ KSRTCയുടെ അവസ്ഥ എന്താണ്? ശമ്പളം മുടങ്ങിയോ? മുടങ്ങിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസിന്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു സപ്ലൈസ് ഈ നാട്ടിലുണ്ടോ എന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ല. മുമ്പ് എന്തോ പ്രവർത്തിച്ചിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങൾ എന്തോ വാർത്ത കൊടുത്തിരുന്നു അവിടെ സാധനങ്ങൾ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നെങ്ങാണ്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. എവിടെയാണെന്ന് നാട്ടുകാർക്ക് അറിയില്ല. പക്ഷെ എന്തൊരു വിസ്മയമാണ്. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. ഒരു വർഷം മുന്നേ ഇത്രയും വിഷമിച്ചിരുന്നോ എന്ന് ആലോചിക്കുന്നിടത്ത് നിങ്ങൾക്ക് പലതിനും ഉത്തരം കിട്ടും. അതുകൊണ്ട് ജീവിതത്തിൽ കൂടി ഒരു ഉപദേശമാണ്, ഗീർവാണം അടിച്ചുകൊണ്ട് വരുന്നവനെ വിശ്വസിച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമാധാന അന്തരീക്ഷം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്ന് കൂപ്പുകുത്തും എന്നതിൻ്റെയാണ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അടുത്ത ഓണം വരുമ്പോൾ ഈ നാടിൻ്റെ ദുർഗതി.